Watch India's largest kids library only on Jio Hotstar. Download the app now. നമസ്കാരം ചേട്ടന്മാരെ, നമസ്കാരം. നമസ്കാരം നമസ്കാരം സഹോദര. അല്ല പത്തലു, ഈ ശബ്ദം ഇപ്പൊ എവിടുന്നാ കേട്ടത്? നമ്മളിപ്പോ ആരോടാ നമസ്കാരം പറഞ്ഞത്? ഞാനാണ് ചെയ്തത്. ആരാത്? ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമസ്കാരം. അല്ല, ഇത് കൊള്ളാലോ പത്തലു, ഈ തത്ത നല്ലപോലെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്റെ ചക്കരക്കുട്ട, നീ വന്നേ മോനെ, പൊന്നു മോനെ, നീ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ദേഹത്തോട്ട് കയറി ഇരിക്ക്. എന്റെ ചക്കരക്കുട്ട, നീ എവിടുന്നാണ് സംസാരിക്കാൻ പഠിച്ചത്? ഇതെന്നാ പൊന്നു മോനെ ചക്കരക്കുട്ടാതൊക്കെ വിളിക്കണേ? എന്നോട് നോർമലായിട്ട് സംസാരിക്കുക. ഓഹോ സോറി, ഇപ്പൊ ഞങ്ങൾ നിന്നോട് സാധാരണ രീതിയിൽ സംസാരിക്കാം. അങ്ങനെ വഴിക്ക് വാ. ഇനി പറയുന്ന കേക്ക്. നിങ്ങളുടെ യോഗത്തില് എനിക്ക് ധനം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ധനവാന്മാരാവും, ധനവാന്മാര്. പണക്കാരനാവുന്നു? എങ്ങനെ എങ്ങനെ? വേഗം പറ. ഞാൻ പറയുന്നത് കേക്ക്. ദേ അങ്ങോട്ട് പോ. ദേ ആ മരത്തിനടിയിൽ കുഴിക്ക്. നിങ്ങൾക്ക് അവിടെ നിധി കിട്ടും. കൊള്ളാം, നോട്ടിന്റെ ബണ്ടിൽ. സത്യം തന്നെ. ഇത് സാധാരണ തത്തയല്ല മോട്ടു. ചായക്കട ചേട്ടാ, ഞങ്ങളുടെ തത്തയ്ക്ക് ഒരു സ്പെഷ്യൽ സമൂസ ഇങ്ങടുത്തെ. ഞാൻ സമോസ കഴിക്കാറില്ല, ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കൂ. ശരി, എന്റെ ചായക്കട ചേട്ടാ, വേഗത്തിൽ ഫ്രൂട്ട്സ് കൊണ്ടുവരൂ. അതിന് ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും വെക്കുന്നില്ലല്ലോ. സമോസ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ പൊയ്ക്കോ. ചായക്കട ചേട്ടാ, ആലോചിച്ച് സംസാരിക്കേ. എന്റെ പൊന്നു ചേട്ടാ, ഇത് വളരെ നല്ല തത്തയാണ്, ലക്കി തത്തയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ പേര് ലക്കി എന്ന് വെച്ചിരിക്കുക. ശരി, എന്താ ഇതിനും മാത്രമുള്ള പ്രത്യേകത? ഒന്ന് കാണിച്ചതാ കാണട്ടെ. അത് പറയണ്ട മോട്ടു. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഇതൊരു സാധാരണ തത്തയാണ്, സാധാരണ തത്ത. എന്തിനാ മറച്ചു വെക്കുന്നത്? പറഞ്ഞൂടെ നിനക്ക്? ജയകാര, നിന്റെ ദിവസം ഇന്ന് മോശമാ. നിന്റെ ദിവസം ഭയങ്കര മോശമാണ്. അയ്യോ, എന്റെ കാള തീ പിടിച്ചല്ലോ. ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കേ. എന്റെ കളയാകെ നശിച്ചു. പക്ഷെ ഈ തത്തക്കെങ്ങനെ അറിയാ ഇത് സംഭവിക്കാൻ പോകുന്നെന്ന്? അതിശയമായിരിക്കുന്നു. ഇതൊരു ജ്യോതിഷം അറിയാവുന്ന തത്തയാണ്. നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. നേരത്തെ ഞങ്ങളുടേതായിരുന്നു പറഞ്ഞത്, ഇപ്പൊ ചേട്ടന്റെയും. മോട്ടപ്പത്തിലോ പറയുന്നത് കേക്ക്. നിങ്ങളുടെ യോഗത്തില് ഇപ്പോഴും പൈസയുണ്ട്. എവിടെ? ദോ ആ സ്ഥലം കാണുന്നുണ്ടോ? അവിടെ തന്നെ പോയി കുഴിക്ക്. അതെ, പൊളിച്ചേ. അതെ, ഇതെന്ത് പ്രശ്നമാ എന്റെ ബോട്ടു? ഇതാണ് ഈ തത്തയുടെ സ്പെഷ്യാലിറ്റി. ഈ തത്ത പറയുന്നു, ഞങ്ങൾ ചെന്ന് പൈസ എടുത്തോണ്ട് വരുന്നു. അതെ, ഈ തത്ത ജോത്സ്യൻ തത്തയാ. ഭാവി ഒക്കെ പ്രവചിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഈ തത്ത വേണം, വേണം. താ ഇങ്ങോട്ട്. എനിക്ക് വേണം ഈ തത്തേനെ. എനിക്ക് വേണം ആ തത്ത. എനിക്ക് താഴാൻ നോക്കൂ. എന്റെ മോട്ടു എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞ ഇതല്ലാതെ വേറെ എന്താ ഉണ്ടാവുക? വേഗം ഓടിക്കോ. ചിങ്കം സാർ, ചിങ്കം സാർ, രക്ഷിക്കണേ. മോട്ടു പത്ലു, why fear when Chingam is here? പറയൂ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാ പറയൂ. ചിങ്കം സാറേ, അവര് ഞങ്ങളുടെ തത്തമ്മയെ തട്ടിപ്പറിക്കാൻ വരിക. ആ തത്ത എന്റെയാ. ഈ തത്ത എന്റെയാ. Hey, stop in the name of law. മിണ്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ വെക്കും വെടി. മോട്ടു പത്ലു പറഞ്ഞോളൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? പറയൂ. സാറേ, പിന്നെ സാറേ, ഇവരെല്ലാരും ഇപ്പൊ പൈസ ചോദിക്കുക.
അല്ല, നിങ്ങൾ തമ്മിലടിക്കുന്ന നിർത്ത്. ഈ സമയത്ത് നിങ്ങൾ എല്ലാവരുടെയും യോഗത്തിൽ പണമുണ്ട്. എവിടെയാ ഒന്ന് വേഗം പറഞ്ഞാട്ടെ. വേഗം പറ. അതെ, ഈ യൂണിഫോം ഇട്ട ആളുടെ പോക്കറ്റില്. എന്റെ അമ്മോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ എന്റെ പൈസ എടുത്ത് കൊണ്ടുപോണത്? എന്തിന്? തത്ത പറഞ്ഞു ഞങ്ങളുടേതാണെന്ന്. അപ്പൊ ഞങ്ങളുടേതാണ്. എന്റെ അമ്മോ, തത്തയ്ക്ക് കാശിനെ കുറിച്ച് എന്തറിയാനാണ്? അത് എന്റെ പണമാണ്. അതൊരു നുണച്ചി തത്തയാണ്. മോട്ടു അതിനെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്. എന്റെ ശമ്പളം മുഴുവനും എനിക്കിന്ന് നഷ്ടപ്പെട്ടു. ഇന്ന് വാങ്ങിയതേ ഉള്ളൂ. ഞാൻ കാരണമാണ് എല്ലാവരും നിങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ തിരിച്ച് കാട്ടിലേക്ക് പോണെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിന് അവസാനമായിട്ട് ഒത്തിരി പണം തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പണം ഒരിക്കലും ആവശ്യം വരാത്ത രീതിയിൽ. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടുന്ന് ദൂരെ ഒരു കാട്ടില് തെക്കോട്ടുള്ള ദിശയില് ഒരു കറുത്ത മലയുടെ കറുത്ത ഗുഹയില് ഒരു ചുവന്ന ബംഗ്ലാവുണ്ട്. അതിന്റെ അണ്ടർഗ്രൗണ്ടില് ഒരു വലിയ ഘനമുള്ള ഒരു ഡയമണ്ട് ഉണ്ട്. അതിനെ പോയി എടുത്തു. അത് നിങ്ങളുടെയാ. പൊളിച്ചേ ചേട്ടാ, ശരിക്കും ആ ഡയമണ്ട്സ് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഫുർഫുറി നഗരം തന്നെ ഒന്ന് വെളുപ്പിച്ചെടുക്കും. പുതിയ സ്കൂള് തുറക്കും, പുതിയ കോളേജ് തുറക്കും, ഹോസ്പിറ്റൽ കെട്ടും, കല്യാണ മണ്ഡപം കെട്ടും. അതെ, നമ്മൾ ഈ ഫുർഫുറി നഗർ മുഴുവൻ ഒന്ന് വെളുപ്പിക്കും. താങ്ക് യു വെരി മച്ച്. നിന്നെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. നീ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ബൈ 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 ബൈ. കണ്ടിട്ട് ഈ വഴിയാണെന്നാ തോന്നുന്നേ. പത്തുലു, നമ്മളങ്ങനെ എത്തിപ്പെട്ടു കേട്ടോ. നമുക്ക് ഡയമണ്ട് കിട്ടിയെന്നാ തോന്നുന്നു. മോട്ടു, ആ തത്ത നമ്മളെ ഡയമണ്ട് എടുക്കാനൊന്നും അല്ല ഇങ്ങോട്ട് എത്തിച്ചത്, കൊല്ലാനാന്നാ തോന്നുന്നേ. ദേ കണ്ടില്ലേ, തേള് വരുന്നുണ്ട്. വേഗം ഓടിക്കോ. പത്തുലു, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ ആരോ ലൈറ്റും കൊണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുവാന്നാ തോന്നുന്നത്. അനാക്കോണ്ട, ഇത് നമ്മളെ ഗുളിക കഴിക്കുന്നത് പോലെ എടുത്ത് മിഴുങ്ങും. പിന്നെ പുറത്തു വരാൻ പറ്റില്ല. വേഗം ഇവിടെ നിന്ന് ഓടിക്കോ. ദേ കണ്ടോ ഡയമണ്ട്. നോക്ക് സഹോദരന്മാരെ, ഞങ്ങൾക്കൊരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആദ്യം യുദ്ധം ചെയ്യണം. അതിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഞങ്ങളെ കൊല്ലാം. മോട്ടു, ഈ പ്ലാൻ അടിപൊളിയാണ്. വാ, നിക്ക് പത്തലു, നമുക്ക് കണ്ടിട്ട് പോവാം ആരാ ജയിക്കുന്നതെന്ന്. നിന്റെ ബുദ്ധി എന്താ മരവിച്ച് പോയോ? ആരാണോ ജയിക്കുന്നത് അവര് നമ്മളെ വിഴുങ്ങും. വേഗം വാ മോട്ടു, വേഗം വാ. പത്തലു, വേഗം ഓടിക്കോ. ആരും ഷോക്ക് അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതെന്റെ തത്തയാണ്. ഇതെല്ലാം എന്റെ പ്ലാനാണ്. അകത്ത് കയറി രക്തമെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ അയച്ചത്. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി കാണുമല്ലോ. ഏത് വെടിവെക്കും ഞാൻ.
നീയൊക്കെ ഒരു തത്തയാണോ? തത്തകളുടെ പേരാണ് നീ ചീത്തയാക്കുന്നത്. നാണമില്ലേ നിനക്ക്? നിങ്ങളുടെ യോഗത്തിൽ ശരിക്കും ധനമില്ല. ജോണിന്റെ യോഗത്തിലാ ധനമുള്ളത്. ജോണിനെ ധനം കിട്ടത്തുള്ളൂ. ജോണിന് പണമല്ല, ജയിലാണ് വിധിച്ചത്. എന്റെ മോട്ടു വിട്ടേക്ക്, ഇത് വിട്ടേക്ക്. ഈ ഡയമണ്ട് ഇവരെടുത്തോട്ടെ. അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വലിയ ഡയമണ്ട് നമുക്ക് എടുത്തേക്കാം. വേറൊരു ഡയമണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. രണ്ടാമത്തെ ഡയമണ്ടും ഞാൻ തന്നെയായിരിക്കും എടുക്കുക. അതിലെങ്ങാനും തലയിട്ടാൽ ചുട്ടുകളയും ഞാൻ. എന്നെ പറ്റി അറിയാമല്ലോ, ജോൺ ദി ടേൺ. അത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ. ഞാൻ തിരിച്ച് കാട്ടിലേക്ക് പോവാ. ടാറ്റാ. വരൂ, ഈ ഡയമണ്ട് കൊണ്ട് നമുക്ക് ഫുർഫുറി നഗരം നന്നാക്കി എടുക്കാം. പറഞ്ഞ പോലെ സ്കൂള് തുറക്കണം, കോളേജ് തുറക്കണം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ചിങ്കം സാറേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ഞാനിതാ വന്നോണ്ടിരിക്കുവാണ്. അറസ്റ്റ് മീ സാറേ, അറസ്റ്റ് മീ. Watch India's largest kids library only on Geo Hotstar. Download the app now.